ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു ഹെയർ പാക്കിൻ്റെയാണ്. താളി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചെമ്പരത്തി താളിയൊക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസ്, നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള കുറേ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ, ഹെയറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ താളിയാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഹെയർ കെയർ വീഡിയോസാണ്. എനിക്ക് ഹെയർ കെയർ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കിൻ കെയർ വീഡിയോസൊന്നും ഞാനങ്ങനെ നോക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. ഹെയർ കെയർ വീഡിയോസാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെയർ കെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഹെയർ ആണെങ്കിലും സ്കിന്നാണെങ്കിലും ഹെയർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും നന്നായിട്ട് വരും കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സൂപ്പറായിട്ട് വരും. എനിക്ക് പണ്ട് അത്ര നല്ല മുടിയൊന്നും ആയിരുന്നില്ല, ഇപ്പോൾ ആണെന്നല്ല, പക്ഷേ പണ്ടത്തേക്കാളും നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട്. അത് ഞാൻ ഹെയർ അതുപോലെ കെയർ ചെയ്തിട്ടാണ്. ഒരുപാട് ഹെയർ പാക്കുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഹെയർ പാക്കുകളുണ്ട്. അങ്ങനെയുള്ള ഹെയർ പാക്കുകളിൽ ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് നോക്കാം. ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. ചെമ്പരത്തി നമ്മൾ താളിക്കകത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ. പിന്നെ ചെത്തിപ്പൂ എടുക്കുന്നുണ്ട്. ചെത്തിപ്പൂ താരനൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. അതുപോലെ തുളസി ഇല, പേൻശല്യം മാറാൻ നല്ലതാണ്. കറിവേപ്പില എടുക്കുന്നുണ്ട്. കയ്യോന്നി എടുത്തില്ല കേട്ടോ. കയ്യോന്നി എനിക്ക് കിട്ടിയില്ല. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ഞാൻ കീഴാർനെല്ലി എടുത്തിട്ടുണ്ട്. പനിക്കൂർക്കയില എടുത്തിട്ടുണ്ട്. കറ്റാർവാഴ എടുക്കുന്നുണ്ട്. കറ്റാർവാഴ ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലത്തെ ആ ഒരു മുള്ള് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അതിന് മുന്നേ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും. നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഡ്രൈ ഹെയർ ആണെങ്കിൽ എന്തായാലും കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് ഇടാവുള്ളൂ. ഈ ഹെയർ പാക്ക് എന്നല്ല, ഏതൊരു ഹെയർ പാക്ക് ആണെങ്കിലും ഡ്രൈ ഹെയർ ഉള്ളവർ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം പാക്ക് അപ്ലൈ ചെയ്യുക. കുറച്ച് മാത്രം മതി കേട്ടോ. ഒരുപാട് എണ്ണ വാരിക്കോരി തേക്കരുത്. കുറച്ച് മാത്രം ഒന്ന് തൊട്ട് പുരട്ടുക. ഈ ഒരു ഹെയർ പാക്കിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഈ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ നമ്മുടെ ഹെയറിലേക്ക് കിട്ടുകയാണ് ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം മുടിയിൽ ഫീൽ ചെയ്യും. മുടി വളരുമെന്നല്ല ഒറ്റ ദിവസം കൊണ്ട്, പക്ഷേ മുടി നല്ല ബൗൺസി ആയിട്ടൊക്കെ തോന്നും, നല്ല ഷൈനി ആയിട്ട് തോന്നും. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നമ്മുടെ മുടി നന്നായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ, ആഴ്ചയിൽ ഒരിക്കൽ വെച്ചിട്ട് 1 മന്ത് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. പെട്ടെന്ന് പുതിയ മുടികളൊക്കെ കിളിർക്കാൻ തുടങ്ങും. പുതിയ മുടികൾ വരുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിന് ഉള്ളു വയ്ക്കും, പെട്ടെന്ന് നീളം വയ്ക്കും. അതുപോലെ മുടി നല്ല രസമായിട്ട് കിടക്കും കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.